അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ഡു വി കൺവേർട്ട് എ പുഷ് ഡൗൺ ഓട്ടോമേറ്റ ടു എ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വാട്ട് ആർ ദി മെറ്റീരിയൽസ് ഓഫ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വി നീഡ് ഇൻ എ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. വി നീഡ് ടു ഹാവ് വി, ടി, പി ആൻഡ് എസ്, റൈറ്റ്? ഒരു കൺവേർഷൻ മുന്നേ നിങ്ങളിത് ശ്രദ്ധിക്കണം. ബിക്കോസ് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം ഏതൊക്കെയാണ് എലമെൻറ്റ്സ് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ടി എല്ലാ കേസിലും വിൽ ബി ദി സെറ്റ് ഓഫ് ആൽഫബറ്റ്സ് ഓഫ് ദാറ്റ് പുഷ് ഡൗൺ ഓട്ടോമേറ്റ. നെക്സ്റ്റ് എസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് സിമ്പിൾ തന്നെയായിരിക്കും. ദെൻ വി is the variables and that is represented as a combination of q, our stack symbol q, and then next it comes production ആണ് derive ചെയ്യാൻ നമുക്ക് set of rules and regulations ഉള്ളത്. So for the productions we need to derive from our transition. So transitions എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് 3 ടൈപ്പ് വരാം. അതായത് 2 വേരിയബിൾസ്, ഇപ്പോൾ നമുക്കറിയാലോ ഇത് രണ്ടും കൂടെ മേർജ് ചെയ്യുമ്പോൾ 2 വേരിയബിൾസ് ഉള്ളത് വരാം, ഒറ്റ വേരിയബിൾ ഉള്ളത് വരാം, എപ്സിലോൺ ഉള്ളത് വരാം. അതായത് ക്യൂ കോമ ഇങ്ങനെ വരാം, ക്യൂ കോമ എ വരാം, ക്യൂ കോമ എപ്സിലോൺ വരാം. അപ്പോൾ ഈ 3 എണ്ണത്തിന് നമ്മൾ പ്രൊഡക്ഷൻ റൂൾസ് എഴുതുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. സോ ക്യൂ കോമ എപ്സിലോൺ ആണെന്നുണ്ടെങ്കിൽ Q0നെ താഴെ കൊണ്ടുവരിക, Z0നെ ഇങ്ങോട്ട് കൊണ്ടുവരിക, Z0നെ ഇങ്ങോട്ട് Q0നെ ഇങ്ങോട്ട് കൊണ്ടുവരിക, എനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, അതായത് നമ്മളുടെ ക്യൂ ഈ ഒരു ഫോമാറ്റിലായിരിക്കും. സോ ദീസ് 2 വിൽ ബി അവർ സ്റ്റേറ്റ്സ് ആൻഡ് ദിസ് വിൽ ബി അവർ സ്റ്റാക്ക് സിമ്പിൾസ്, റൈറ്റ്? ഇനി പുഷിങ് നടക്കുന്ന സമയത്ത്, അതായത് കണ്ടു ഇപ്പോൾ ഇവിടെ 2 വേരിയബിൾസ് വരാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യൂ കോമ എ ഒരു വേരിയബിൾ വരാം. ക്യൂ കോമ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോഴത്തേനും വാട്ട് ഐ നീഡ് ടു ഡു, എൻ്റെ Q0നെ Z0, Q0നെ ഇങ്ങോട്ടാക്കണം. ഇങ്ങനെ ആരോസിനെ ഫോളോ ചെയ്ത് നിങ്ങൾ ഫിൽ ഇൻ ചെയ്ത് പോകണം. Okay, we need to try all the combination of states. Maybe better I can explain it below. If I'm having 2 states, Q0 and Q1, and I'm having 2 content in the stack. ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തേക്കുന്ന പോലെ തന്നെ if it is 2 content in the stack, then 2 raised to 2 is equal to 4, which means that ഇതുപോലെ 4 ലൈൻസിൽ നമ്മൾ എഴുതണം, and each of the line RHS will be involving 2 boxes, right? ഇതിങ്ങനെ നിങ്ങൾ ആദ്യമേ എഴുതി വെച്ചേക്കണം. അതിൽ ഫില്ല് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പം ഇഫ് ഇറ്റ് ഈസ് വൺ കണ്ടൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ കണ്ടോ, ഇഫ് ഇറ്റ് ഈസ് Q1, A അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 lines will be there because it will be 2 raised to 1, 2, and each of them will be having only 1 box. If it is epsilon that comes, അതായത് Q, epsilon എന്നുള്ള രീതിയിലാണ് എൻ്റെ ആർച്ചസിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി only this much. ഈ 2 ബോക്സ് വരെ ഇല്ല, ഒരു ലൈനിൽ മാത്രം നമ്മൾ തീർക്കാണ് ചെയ്യുന്നത്. ബിക്കോസ് 2 raised to 0 is nothing but 1. ഓക്കെ, ഇതിനെ ഫില്ല് ചെയ്ത് പോകേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരോസ് വെച്ചിട്ടാണ് ഇവരെ ഫില്ല് ചെയ്ത് പോകുന്നത്. മേ ബി ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് പാറ്റേൺ മനസ്സിലാവും. സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞിട്ട് സിൻസ് ഐ ഹാവ് മെൻഷൻ ഹിയർ, സോ ഇങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾക്കിവിടെ പ്രൊഡക്ഷൻസ് കിട്ടി. നൗ മൈ സ്റ്റാർട്ട് സിമ്പിൾ. വാട്ട് ഈസ് മൈ സ്റ്റാർട്ട് സിമ്പിൾ? സ്റ്റാർട്ട് സിമ്പിൾ എന്ന് പറയുന്നത് മൈ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്, ബോട്ടം ഓഫ് ദ സ്റ്റാക്ക് ആൻഡ് ദ കോമ്പിനേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. അതായത് Q0, Q1 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും നമ്മളിവിടെ കൊടുക്കാം. ഡോണ്ട് വറി, വിൽ ഡു എ പ്രോബ്ലം ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു കൺവേർട്ട് PDA to a CFG. So we are being given the set of states, the alphabets, what is A, Z0, that is my stack symbols. Then I am being given my transition function. This is the transition function ആണ്. Q0, Z0 and 5. That's my final state. So first, what is my step? എനിക്കറിയാം my grammar is nothing but V, T, P, S. What is my variables? Variables എന്ന് പറയുന്നത് it is actually a combination of Q, stack symbol Q, right? അപ്പം അത് എഴുതുമ്പോഴത്തേനും ഞാൻ എങ്ങനെയാണ് എഴുതുന്നത്? എൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ് എന്താണ്? Q0. എൻ്റെ ഫസ്റ്റ് സ്റ്റാക്ക് സിമ്പിൾ എന്താണ്? ഇതാണ് സ്റ്റാക്ക് സിമ്പിൾ A, Q0 അതൊരെണ്ണം, Q0 A, Q1 ഒരെണ്ണം, അത് കഴിഞ്ഞേച്ച് Q0 A, Z0, Q0 Z0 Q0 ഒരെണ്ണം, Q0 Z0 Q1 അടുത്തത്. അപ്പം നമുക്ക് 4 വേരിയബിൾസ് ആണ് ഇവിടെ നമുക്ക് ഉള്ളത്. നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടെർമിനൽസ് ആണ്. ടെർമിനൽസ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു. ഇറ്റ്സ് നത്തിങ് ബട്ട് A, B, ആ സെറ്റ് ഓഫ് ആൽഫബറ്റ്സ്. നെക്സ്റ്റ് ഇസ് മൈ സ്റ്റാർട്ട് സിമ്പിൾ. സ്റ്റാർട്ട് സിമ്പിൾ നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത്?
starting state, bottom of the stack and combination of states. So starting state Q0, my bottom of the stack is nothing but Z0. അത് കഴിഞ്ഞിട്ട് my combinational of the states, that is Q0, Z0, Q1. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അതായത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൊഡക്ഷനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ Q0 Z0 Q0 ബാർ Q0 Z0 Q1 ഇങ്ങനെയായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. വി ആർ മിസ്ഡ് ഇൻ എ ഫ്യൂ പ്രൊഡക്ഷൻസ് ഇൻ വി. അപ്പം ഇത് Q0 വെച്ച് തുടങ്ങുന്നതാണ് നമ്മൾ എഴുതിയത്. ഇതുപോലെ തന്നെ Q1 വെച്ച് തുടങ്ങുന്നത് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. Q1 A Q1 Q1 A Q0 Q1 Z0 Q0 Q1 Z0 Q1. ഓക്കെ, അപ്പം അങ്ങനെ Z0 വെച്ച് Q0 വെച്ചും Q1 വെച്ചും വേരിയസ് കോമ്പിനേഷൻ ഓഫ് A ആൻഡ് Z0 ആയിരിക്കും നമ്മൾ വേരിയബിൾസിൽ കൊടുക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് അഗെയിൻ കംസ് ഇൻ ദ ഫോമാറ്റ് Q, റൈറ്റ്? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കപ്പോൾ ഇത്രയും കിട്ടി. V കിട്ടി, T കിട്ടി, S കിട്ടി. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് പ്രൊഡക്ഷൻസ് ആണ്. അതിനായിട്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ട്രാൻസിഷൻ ഫംഗ്ഷൻ എടുക്കാം. Q0 A Z0, it gives Q, A Z0. അപ്പം ബേസിക്കലി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും, ഇത് ചെയ്യും ആൻഡ് ഇത് ചെയ്യും. സോ താഴേന്ന് പറയുമ്പോൾ ഈ സിമിലർ രീതിക്ക് തന്നെ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്ത് പോകാനുള്ളതേ ഉള്ളൂ. സോ ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് യു ഡു ഇറ്റ് ഓൾ ബൈ യുവർ സെൽഫ്. അപ്പം ഇത് വരുമ്പോഴത്തേന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വി ആർ ഹാവിങ് 2 elements ഹിയർ, റൈറ്റ്? സോ 2 is nothing but 4. നമുക്ക് 2 സ്റ്റേറ്റ് ആണ്, 2 എലമെൻറ്റ്സ് ആണുള്ളത്. സോ ഇറ്റ്സ് ബിഗിനിങ് ടു Q0. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? 1 2 3 4 1 2 ഇങ്ങനെ നമ്മൾ ആദ്യമേ വരച്ചങ്ങ് പോവാം, റൈറ്റ്? ഓക്കെ, ഇനി ഈ ഒരു വേരിയബിളിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഈ ഒരു വേരിയബിൾ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എ എ എ എ. ഓക്കെ, ഇവിടെ എന്താണോ കൊടുത്തിരിക്കുന്നത് അതിനെ ഇവിടെയുള്ള എല്ലാ റോസിലും ഫില്ലിൻ ചെയ്യാം. Q0 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 Q0. Z0 ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിനെ ഇങ്ങോട്ട് ഫില്ലിൻ ചെയ്യുക. Z0 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 ആൻഡ് Z0. ഓൾ റൈറ്റ്. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു Q0 ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിനെ ഇങ്ങോട്ട് ഫില്ലിൻ ചെയ്യാം. Q0 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 ആൻഡ് Q0. ഇനി വരുന്നത് A Z0 ആണ്. അപ്പം ആദ്യത്തെ ബോക്സിൽ A ഫില്ല് ചെയ്യുക, രണ്ടാമത്തെ ബോക്സിൽ Z0 ഫില്ല് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇനി നമുക്ക് ഈ ഒരു സെക്ഷനിലോട്ടാണ് ഫില്ല് ചെയ്ത് വരേണ്ടത്, റൈറ്റ്? ഇവിടെ നമ്മൾ ചെയ്യുന്നത് പോസിബിൾ ട്രാൻസാക്ഷൻ എടുക്കുകയാണ്. അതായത് Q0 ഒരു ട്രാൻസിഷനാണ്, Q0 Q1 ഒരു ട്രാൻസിഷനാണ്, Q0 ഒരു ട്രാൻസിഷനാണ്. 2 Q0 Q1ഉം Q1. ഓക്കെ, 2 Q0 Q1 Q1. നമുക്ക് Q0 to Q0, ദെൻ ആ Q0 to വീണ്ടും Q0 നമുക്ക് എഴുതാം. Q0 to Q1, Q1 to Q0 എനിക്ക് എഴുതാനായിട്ട് പറ്റും. അതായത് ഇതിൽ സ്റ്റാർട്ട് ചെയ്യണം, ഇതിൽ എൻഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് Q0 തുടങ്ങി Q1 പോയി പിന്നെയും Q0 വന്നു. Q0 തുടങ്ങി Q1 നിൽക്കണം. അപ്പോൾ Q0 വീണ്ടും Q1, Q0 to Q1 ഇങ്ങനെ ചെയ്യാം. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 2 സ്റ്റേറ്റ്സും സെയിം ആയിരിക്കണം, റൈറ്റ്? ഓക്കെ, മേ ബി ഐ ഡു ദി നെക്സ്റ്റ് വൺ ഓൾസോ ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. അപ്പം അടുത്ത നമ്മളുടെ ഇത് വരുന്നത് എന്തായിരുന്നു? Q0 A, A is equal to Q0 AA. Again, Q0 A, A is equal to Q0 AA. Again, ഇത് 2 എണ്ണം ആയതുകൊണ്ട് തന്നെ 2 that is nothing but 4. 1 2 3 4 gives 1 2
റൈറ്റ്. ഇനി എന്താണ് ഞാൻ പറഞ്ഞത്? Q0 ഇവിടെ ഫിൽ ഇൻ ചെയ്യണം ഫസ്റ്റ്. എനെ ഇങ്ങോട്ട് ഫിൽ ഇൻ ചെയ്യണം. ഈ ഒരു എനെ ഇങ്ങോട്ട് ഫിൽ ഇൻ ചെയ്യണം. എനെ ഇതിൻ്റെ ഇടയിലോട്ട് ഫിൽ ഇൻ ചെയ്ത് പോകണം. ഈ ഒരു Q0 ഇങ്ങോട്ട് ഫിൽ ഇൻ ചെയ്യണം. ഇനി നമുക്ക് വരുന്ന പോസിബിൾ ഏതൊക്കെയാണ്? Q0, Q0, Q1, Q1. അപ്പം Q0, 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 Q0 എനിക്ക് കൊടുക്കാം. Q0, Q1, Q1, Q0 കൊടുക്കാം. ഓർത്തോണം, ഈ രണ്ട് സ്റ്റേറ്റ്സ് മസ്റ്റ് ബി ദ സെയിം. Q0, 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 Q1 കൊടുക്കാം. Q0, Q1, Q1, Q1 കൊടുക്കാം. So whatsoever I've obtained here, this and the ones above, ഈ നാലെണ്ണവും they are all my productions. So ഇതൊക്കെ എൻ്റെ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിലെ പ്രൊഡക്ഷൻസ് ആണ്. റൈറ്റ്. നെക്സ്റ്റ് ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് ദിസ് വൺ. Q0B, A is equal to Q1A. Q0B, A is equal to Q1A. Since it is only one alphabet, it's 2 raised to 1, that is nothing but 2. So I should draw it like this, gives only one box. Okay. നമ്മൾ നേരത്തെ പഠിച്ച സംഭവം, Q0 ഇങ്ങോട്ട് വിടുന്നു, ബിനെ ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നു, എനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ. Q1 ഞാൻ ഇങ്ങോട്ട് ഫില്ല് ചെയ്യുന്നു, എനെ ഞാൻ ഇങ്ങോട്ട് ഫില്ല് ചെയ്യുന്നു. ഇനി ഇതുമാണ് പെൻഡിങ്. സോ ഇത് രണ്ടും സെയിം ആയിരിക്കണം. ബിക്കോസ് Q0 ടു ഇപ്പം Q0 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി Q1 ടു Q0. Q0 ടു Q1 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി Q1 ടു Q1. റൈറ്റ്. അതങ്ങനെ ആയിരിക്കണം എഴുതേണ്ടത്. സോ ഇത് രണ്ടും സെയിം ആയിരിക്കണം. സിമിലർലി സിംഗിൾ പ്രൊഡക്ഷൻ്റെ പിന്നെ എനിക്ക് തോന്നുന്നു നമുക്കൊരു പ്രൊഡക്ഷനോടെ നമുക്കൊരു ട്രാൻസിഷനോടെ കിടപ്പുണ്ട്. യു ക്യാൻ ഫിൽ ഇറ്റ് ഇൻ ദ സെയിം വേ. സോ ഇവിടെ സ്റ്റേറ്റ്സ് മാറിയാണ് കിടക്കുന്നത്. സോ അത് ശ്രദ്ധിച്ചോണം. നെക്സ്റ്റ് ലെറ്റ്സ് ഡു വൺ വിത്ത് എപ്സിലോൺ. Q1A, A is equal to Q1, epsilon. Q1A, A is equal to Q1, epsilon. Epsilon വരുമ്പോൾ I've said 2 raised to 0 is nothing but 1. So ഒരു ലൈൻ ഉള്ളതേ ഉള്ളൂ. What am I doing here is, ഇവിടെ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ I am writing, ഇവിടെ ഒന്നുമില്ല. സോ ഇവിടെ ഈ ഒരു സംഭവത്തിന് ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം ഫില്ലിങ് ഇറ്റ് വിത്ത് Q1, റൈറ്റ്, വിച്ച് ഗിവ്സ് എ. ബിക്കോസ് ഇത് എപ്സിലോൺ ആണ്, നമുക്കത് എഴുതേണ്ട ആവശ്യം ഇല്ല. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ ചെയ്യാത്തൊരു 2 പ്രൊഡക്ഷൻസ് കിടപ്പുണ്ട്. സോ how we have done it in the previous examples, you guys can perform it for these two also.